ഈ അടുത്ത കാലത്ത് സിനിമയിലും കോമഡി പരിപാടികളിലും ഒക്കെ കേട്ട് വെറുത്തൊരു വാക്കാണ് ഇൻട്രോവേർട്ട് എന്നുള്ളത്. വലിയ ജാട കാണിച്ച് നടന്നിട്ട് ഇൻട്രോവേർട്ട് ആണെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന കമൻറ്റ് കേട്ടുള്ള റിയൽ ഇൻട്രോവേർട്സ്. ഈ വീഡിയോ നമുക്ക് വേണ്ടിയിട്ടാണ്. ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇട്ട് തുടങ്ങിയ കാലത്ത് എൻ്റെ വീടിനടുത്തുള്ള ഒരു ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, അമ്മു ഇത്ര സംസാരിക്കുമായിരുന്നെന്ന് അറിയില്ല, പുറത്ത് കാണുമ്പോൾ അങ്ങനെ സംസാരിക്കാറില്ലല്ലോ എന്ന്. എന്നെ അടുത്തറിയാത്ത പലർക്കും ഈ പറഞ്ഞത് തന്നെയാവും പറയാനുള്ളത്. സത്യത്തിൽ എനിക്ക് അസൂയ തോന്നാറുള്ളത് ഒരേ ഒരു വിഭാഗം ആൾക്കാരോടാണ്. നമ്മളെ ലേശം പോലും മുഷിപ്പിക്കാതെ നമുക്ക് കമ്പനി തരുന്ന ആൾക്കാരോട്. ഇപ്പം പോലും അമ്മ വീട്ടിലില്ലാത്തപ്പോൾ ആരെങ്കിലും വിരുന്നുകാരോ മറ്റോ വന്നാൽ എൻ്റെ ഉള്ളിലൊരു തീയാണ്. ചായ ഇരട്ടെ എന്ന ഒറ്റ ഡയലോഗ് ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് വെച്ചേക്കുന്ന ഒന്നാണ്. അത് കേൾക്കുന്നവർക്ക് അതിലെ ആർട്ടിഫിഷ്യൽ ടച്ച് വേഗം മനസ്സിലാവും. സോ ചായ വേണ്ട മോളേന്ന് അവർ തന്നെ 90% ടൈമിലും പറയൂട്ടോ. ഒന്നുകൂടെ നിർബന്ധിച്ച് ചോദിക്കാൻ പോലും എനിക്ക് അറിഞ്ഞുകൂടാന്നുള്ളതാണ് വാസ്തവം. ചായ കഴിഞ്ഞ് പിന്നെ ഇനി എന്താ ചോദിക്കുക എന്നൊരു ടെൻഷനാണ്. അമ്മയൊക്കെ ആൾക്കാരെ റിസീവ് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കൊരു അത്ഭുതമാണ്. പക്ഷേ എനിക്ക് വളരെ കംഫർട്ടബിളായി തോന്നുന്ന ആളുകൾ, സ്പേസ്, ഇവിടെയൊന്നും ഞാൻ ഈ ഇൻട്രോവേർട്ട് അല്ല കേട്ടോ. എനിക്ക് ഞാനായി ബിഹേവ് ചെയ്യാൻ പറ്റുന്നെന്ന് തോന്നുന്ന സ്ഥലങ്ങളിലൊക്കെ എനിക്ക് ഈ ഫോർമാലിറ്റീസിൻ്റെ ടെൻഷനോ ഭാരമോ തോന്നാറില്ല. അത് മറ്റൊരു സത്യമാണ്. അപ്പോൾ ഞാൻ ഇൻട്രോവേർട്ടാണോ എക്സ്ട്രോവേർട്ടാണോ എന്നെനിക്ക് തന്നെ കൺഫ്യൂഷനാവും. ഫൈനലി ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഞാനൊരു ആംബിവേർട്ടാണ്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട എക്സ്ട്രോവേർട്ട് സുഹൃത്തുക്കളെ, നിങ്ങളോട് എനിക്ക് അസൂയയാണ്. ചുമ്മാ വായി തോന്നുന്നത് എന്തും പറഞ്ഞ് നമ്മളെ ബോറടിപ്പിക്കുന്നവരോടല്ല കേട്ടോ. വളരെ ശാന്തമായി നമ്മളെ കംഫർട്ടബിൾ ആക്കി ചോദിക്കേണ്ടത് മാത്രം ചോദിച്ച് പറയേണ്ടത് മാത്രം പറഞ്ഞ് അവരുടെ സ്പേസ് പോലെ നമുക്ക് സംസാരിക്കാൻ സ്പേസ് തന്ന് പല പല വിഷയങ്ങളിലൂടെ സ്വാഭാവികമായി തെന്നി നീങ്ങി എന്നാൽ ഇനി പോട്ടെ എന്ന് പറയുമ്പോൾ പോവണ്ടാന്ന് തോന്നിപ്പിക്കും വിധം സരസമായി സംസാരിക്കുന്നവർ. ഇപ്പോൾ ഓർമ്മ വന്ന ആ സംസാരപ്രിയനെ ഓർ പ്രിയയെ ഒന്ന് മെൻഷൻ അടിച്ചേക്ക്. അപ്പോൾ ബൈ.